ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഓണം ഔട്ട്ഫിറ്റൊക്കെ ഇട്ടതേ സദ്യ കഴിക്കാൻ വേണ്ടി ബോൾഗാട്ടി പാലസിലോട്ടാണ് പോകുന്നത്. ബോൾഗാട്ടി പാലസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്രാൻഡ് ഹയറ്റിൻ്റെ നേരെ ബാക്കിലായിട്ടാണ്. ഇതേ നമ്മളിപ്പോൾ ബോൾഗാട്ടി പാലസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബോൾഗാട്ടി ഇവൻറ്റ് സെൻ്ററാണ്. ഇവിടെയാണ് മെയിനായിട്ട് വെഡ്ഡിങ് ഫംഗ്ഷൻ പാർട്ടീസൊക്കെ നടക്കാറ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഗോൾഫ് കോഴ്സാണ്. ഇത് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റും കൂടെയാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് മെറീന ഹൗസ്. കേരളയുടെ ട്രഡീഷണൽ ആർക്കിടെക്ചർ രീതിയിലാണ് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് പണിതിരിക്കുന്നത്. നിങ്ങൾ സീ വ്യൂ പ്രിഫർ ചെയ്യണ ഒരു സ്റ്റേക്കേഷനാണ് നോക്കണമെങ്കിൽ ബോൾഗാട്ടി ഐലൻഡ്സിലെ മെറീന ഹൗസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബോട്ടിങ്ങിനുള്ള സർവീസ് അവൈലബിൾ ആണ്. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഏരിയയിൽ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് കടൽ കാണാൻ പറ്റും. ഞങ്ങൾ സദ്യ റിസർവ് ചെയ്ത ടൈം ഏതാണ്ട് അതിക്രമിച്ചു. അപ്പോൾ ഞങ്ങൾ പോയി എന്തായാലും സദ്യ കഴിച്ചിട്ട് വരാം, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ സദ്യ ഉണ്ടായിരുന്നത് പാലസിനോട് ചേർന്നുള്ള ലേക്ക് വ്യൂ ഹാളിലായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് അപ്പനും അമ്മനെ നിർത്തി 2-3 ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു. നിങ്ങൾക്ക് പാർക്കിങ്ങിന് എന്തായാലും ഒരു ബുദ്ധിമുട്ടും കാണില്ല, അത്രയധികം സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഹാളിലായിരുന്നു ഞങ്ങളുടെ സദ്യ. ഞങ്ങൾ വേഗം പോയി സദ്യ കഴിച്ചിട്ട് വരാം. സദ്യനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കറികളും നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സദ്യയായിരുന്നു. 2 തരം പായസവും പപ്പടവും ഒക്കെ ഉള്ളൊരു അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പും നെയ്യും ചോറും കൂടെ കൂട്ടി കഴിക്കാനാണ്. നിങ്ങൾക്ക് ഏത് വിഭവമാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പനും അമ്മയ്ക്കും നോൺ വെജിനേക്കാൾ ഇഷ്ടം വെജാണ്. അതുകൊണ്ട് തന്നെ ഈ സദ്യ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സന്തോഷം മുഖത്ത് കണ്ടില്ല അവരുടെ. എനിക്ക് ചേച്ചിക്കും ചെറിയൊരു വിഷമമുണ്ട്, കാരണം നോൺ വെജ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിറങ്ങി ദേ ഒരു വാക്കിന് ഇറങ്ങിയേക്കണേ. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇവിടുത്തെ മെയിൻ പാലസിൻ്റെ ഏരിയയിലോട്ടാണ്. നിങ്ങൾ ഓൾറെഡി ഈ പാലസ് ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വെള്ളി നക്ഷത്രം, പിന്നെ മൈ ബോസ്, അങ്ങനെ ഒരുപാട് സിനിമയിൽ. ഈ പാലസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡച്ച് പാലസ് ആണ് കേരളത്തിലെ. 1744 ഈ ഒരു പാലസ് കൊച്ചിയിൽ ബിൽഡ് ചെയ്തത്. ഈ പാലസ് ഇപ്പോൾ KTDCയുടെ അണ്ടറിലാണ്. അങ്ങനെ ഈ ഒരു പാലസ് ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് ഇപ്പോൾ.
നമുക്കിപ്പോൾ പാർട്ടീസും ഫങ്ഷൻസൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോൾഗാട്ടി ഐലൻഡ്സിൽ തന്നെ ഇഷ്ടം പോലെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പാർട്ടി ഏരിയാസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇവൻറ്റിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ റൈറ്റ് സൈഡിലോട്ട് നടക്കുമ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂളും അതേപോലെ കിഡ്സ് പ്ലേ ഏരിയയും കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ തന്നെ ഫാമിലിക്കൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ പാലസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്റ്റേക്കേഷന് അല്ലാണ്ട് പോലും നിങ്ങൾക്ക് ജസ്റ്റ് വന്നൊന്ന് ഈ പാലസൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എന്തായാലും ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ അവരുടെ താരിഫൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ കൂടുതൽ സർവീസസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ പാലസിൻ്റെ പുറത്തുള്ള കാഴ്ച ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി മൊത്തമായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഹൈക്കോർട്ട് വാട്ടർ മെട്രോൻ്റെ ഒക്കെ ഏരിയ ആണ്. ആ ബിൽഡിങ്സും ആകാശവും പിന്നെ കടലും ബോട്ട് പോണൊക്കെ കാണുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. കൊച്ചിയുടെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും.
അങ്ങനെ ഞങ്ങൾ സദ്യയും കഴിച്ച് വയറും ഫുള്ളായി ദേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണെയാണ്. വീഡിയോയുടെ അവസാനം ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി പിക്ക് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഓണം വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം, ഇല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.